കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. രാജ്യത്തെ തൊഴിലില്ലാത്ത നിരാശരായ യുവാക്കളുടെ ഒരു വലിയ പ്രതിരോധം എന്ന രീതിയിലാണ് ഇതിനെ പലരും വാഴ്ത്തിയത്. എന്നാൽ ഈ പാറ്റ ഇപ്പോൾ അതിർത്തി കടന്ന് പാകിസ്ഥാനിലും എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജനപ്രീതി കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് പാകിസ്ഥാനിലും സമാനമായ പുതിയ പാർട്ടികൾ ഓൺലൈനിൽ അവതരിച്ചിരിക്കുന്നു. കോക്രോച്ച് അവാമി പാർട്ടി, കോക്രോച്ച് അവാമി ലീഗ്, എന്തിനേറെ പറയുന്നു മുത്താഹിദ കോക്രോച്ച് മൂവ്മെന്റ് എന്ന പേരിൽ വരെ പാകിസ്ഥാനിൽ ഇപ്പോൾ അക്കൗണ്ടുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മെയ് പകുതിയോടെയാണ് ഇന്ത്യയിൽ ഈ പാറ്റ പാർട്ടി ക്യാമ്പയിൻ ആരംഭിച്ചത്. തൊഴിലില്ലാതെ ആക്ടിവിസത്തിൽ ഏർപ്പെടുന്ന ചിലരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളെന്നും പരാതങ്ങളെന്നും വിളിച്ചു എന്ന തരത്തിൽ വന്ന വാർത്തകളാണ് ഇതിന് തുടക്കമിട്ടത്. അദ്ദേഹം പിന്നീട് ഇത് തിരുത്തിയെങ്കിലും ആ വാക്കുകൾ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയായിരുന്നു. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ 15 മില്യണിലധികം ഫോളോവേഴ്സിനെയാണ് ഈ പേജ് നേടിയത്. കോൺഗ്രസിന്റെയും BJPയുടെയും ഔദ്യോഗിക അക്കൗണ്ടുകളെക്കാൾ വലിയ വളർച്ച. സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ, നീറ്റ് പരീക്ഷാ തട്ടിപ്പുകൾ, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവരുടെ വളർച്ച. നിയമ നടപടികളെ തുടർന്ന് ഇന്ത്യയിൽ ഇവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചെങ്കിലും ഞങ്ങളെ ഒഴിവാക്കാമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് അവർ പുതിയ അക്കൗണ്ടുമായി വീണ്ടും വന്നു. ഇതൊക്കെ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ. എന്നാൽ ഇതേ ഫോർമുല ഇപ്പോൾ പാകിസ്ഥാനും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ CJP വൈറലായി മണിക്കൂറുകൾക്കകം പാകിസ്ഥാനിലും സമാനമായിട്ടുള്ള അക്കൗണ്ടുകൾ നിറഞ്ഞു. പാകിസ്ഥാനിന്റെ ദേശീയ പതാകയുടെ പച്ചയും വെള്ളയും നിറങ്ങൾ നൽകി പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശബ്ദമാണെന്ന് പറഞ്ഞ് അവർ പുതിയ പേജുകൾ തുടങ്ങി. അതെ, കോപ്പിയടിച്ചതാണ്, അതിലെന്താ എന്നാണ് ഒരു പേജിന്റെ ബയോയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ CJPയുടെ അതേ ഡിസൈൻ, അതേ ആശയങ്ങൾ. സിസ്റ്റം പാറ്റകളായി കണ്ടവരാണ് ഞങ്ങൾ ആ ജനതയുടെ ശബ്ദമാണ്, ഏത് സാഹചര്യത്തിലും ഞങ്ങൾ ജീവിക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളുമായി പാകിസ്ഥാനിലെ പ്രമുഖ പാർട്ടികളായിട്ടുള്ള PTI, PMLN, PPP എന്നിവയ്ക്ക് പകരക്കാരാണ് തങ്ങൾ എന്നാണ് ഇവരുടെ അവകാശവാദം. ഇന്ത്യയിലെ സിനിമകളും പാട്ടുകളും കോപ്പിയടിക്കുന്ന പാകിസ്ഥാന്റെ സ്വഭാവം ഇവിടെയും ആവർത്തിച്ചത് കാണുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും ചിരി വരും. അസ്ഥിരതയും അരാജകത്വവും മുഖമുദ്രയായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് ഈ പാറ്റ പാർട്ടി വളരെ വേഗം പടർന്നു കയറിയത് തികച്ചും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അരാജകത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാന് സ്വന്തം വീട് പോലെയാണല്ലോ തോന്നുക. പക്ഷെ ഈ തമാശയ്ക്ക് അപ്പുറം ഇതിൽ ഒളിച്ചിരിക്കുന്ന വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു വലിയ സത്യം ഈ പുതിയ വാർത്തയിലൂടെ അടിവരയിട്ട് ഉറപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യയിലെ ലിബറൽ മാധ്യമങ്ങളും ആക്ടിവിസ്റ്റുകളും നമ്മളോട് പറഞ്ഞത് ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കൾ സ്വാഭാവികമായി തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ആണെന്നാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഒറ്റ രാത്രി കൊണ്ട് ഇതേ സാധനം കോപ്പിയടിച്ചിറങ്ങിയതോടെ ഇതിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടു. ഇതൊരു സ്വാഭാവിക മുന്നേറ്റമല്ല, മറിച്ച് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൂൾ കിറ്റാണ്. ഒരു രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫ്രാഞ്ചൈസി. ഈ ക്യാമ്പയിനിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നോക്കുമ്പോഴാണ് ഇതിലെ വിദേശ ഇടപെടൽ വ്യക്തമാകുന്നത്. അമേരിക്കയിൽ പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ അഭിജിത് ദിബ്കെ എന്ന 30-കാരനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ. ഇയാൾ ഇന്ത്യയിലെ ഏതോ ഗ്രാമത്തിലിരിക്കുന്ന ഒരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനല്ല, മറിച്ച് ഡിജിറ്റൽ പൊളിറ്റിക്കൽ മെസ്സേജിങ്ങിലും ക്യാമ്പയിനിങ്ങുകളിലും മുൻപരിചയമുള്ള ഒരു പ്രൊഫഷണൽ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. ഇദ്ദേഹം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഇയാൾ ഈ ക്യാമ്പയിൻ മുഴുവൻ നിയന്ത്രിക്കുന്നത്. യുവാക്കളുടെ രോഷം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ക്യാമ്പയിൻ വിദേശത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. അത് വിമർശനങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡിസൈൻ ചെയ്യുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ഇത്തരം ആസൂത്രിത അരാജകത്വങ്ങളെ സംരക്ഷിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ പ്രശ്നങ്ങളെയും ഇരവാദത്തെയും ആയുധമാക്കി അവകാശങ്ങൾ എന്ന പേരിൽ വ്യവസ്ഥിതിയെ മൊത്തത്തിൽ തകർക്കുക എന്നതാണ് ഇവരുടെ രീതി. ഇത് സിവിലൈസേഷൻ ജിഹാദിസ്റ്റ് പ്രോസസ് എന്ന തന്ത്രത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണ്. എന്താണ് ഈ സിവിലൈസേഷൻ ജിഹാദ്? പണ്ട് അമേരിക്കയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ഇസ്ലാമിസ്റ്റുകൾ നെയ്തുകൂട്ടിയ ഒരു ഗൂഢ പദ്ധതിയാണത്. ആയുധമെടുത്ത് പോരാടുന്ന പരമ്പരാഗത യുദ്ധമല്ല ഇത്, മറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ തന്നെ സ്വാതന്ത്ര്യവും നിയമങ്ങളും പഴുതുകളും ഉപയോഗിച്ച് ആ രാജ്യത്തെ ഉള്ളിൽ നിന്ന് കാണും തിന്നുന്ന തന്ത്രമാണിത്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നുഴഞ്ഞു കയറുക, ഇരവാദം വലിയൊരു ആയുധമാക്കി മാറ്റുക, രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളെയും വ്യവസ്ഥിതികളെയും ജനങ്ങൾക്കിടയിൽ അപഹസിച്ച് തകർക്കുക. ചുരുക്കത്തിൽ ജനാധിപത്യം നൽകുന്ന അവകാശങ്ങൾ തന്നെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു അട്ടിമറിയാണിത്.
അരാജകത്വം പരത്തുക. യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത കേവലം മീമുകൾ, ട്രോളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മൂവ്മെന്റിന് അതിൻ്റെതായ യഥാർത്ഥ ഇടം പാകിസ്ഥാനിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഇതിന്റെ വലിയൊരു പരാജയമാണ്. ഇത് ഇന്ത്യയിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഭരണകൂടത്തെ തിരുത്താനോ ഉള്ള ശ്രമമല്ല, മറിച്ച് അസ്ഥിരത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റ് മാത്രമാണ്. ഏത് രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന അരാജകത്വത്തിന്റെ ഒരു വിദേശ പാക്കേജ്. ഒരു നീലക്കുറുക്കൻ ഓരിയിട്ടാൽ അതിന്റെ നിറം മാറിയാലും സ്വഭാവം മാറില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്.